ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ജൂലൈ മാസം 20-ാം തീയതിയാണ്. ഈ ദിവസം എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അർപ്പിക്കുന്നു. ഈ ദിവസത്തിൻ്റെ ശുഭദിനാശംസകൾ ഞങ്ങൾ നിങ്ങൾക്ക് നേരട്ടെ. ഇന്ന് നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന യോശുവയുടെ പുസ്തകം 10-ാം അധ്യായമാണ്. ഈ അധ്യായം ദൈവം അത്ഭുതം പ്രവർത്തിച്ചൊരു അധ്യായമാണ്. ചരിത്രത്തിൽ ആദ്യമായി ഒരിക്കലായി നടന്ന വലിയൊരു അത്ഭുതം രേഖപ്പെടുത്തുന്നൊരു അധ്യായമാണ്. കഴിഞ്ഞ ദിവസം നാം ഗിബെയോന്യരെ കുറിച്ച് പറഞ്ഞു. ഗിബെയോന്യരെ ഇസ്രായേൽ മക്കളുമായി ഉടമ്പടി ചെയ്തു. അങ്ങനെ ഇസ്രായേലുമായി ഉടമ്പടി ചെയ്തു എന്ന് കനാനിലുള്ളതായിരിക്കുന്ന മറ്റ് ജാതിക്കാർ അറിഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് ഗിബെയോന്യരുടെ യുദ്ധത്തിന് വന്നു. കാരണം അവരുടെ ഇടയിൽ ഗിബെയോന്യരെ ശത്രുക്കളായി തീർന്നു. ശത്രുവുമായി ഉടമ്പടി ചെയ്യുന്നവരാളുകളെ എങ്ങനെയാണ് കാണുന്നത്, അതുപോലെയാണ് ഇവരെ കണ്ടത്. 5 രാജാക്കന്മാരാണ് അവിടെ. ഹിത്യർ, ഹിവ്യർ, അമോര്യർ, യെബൂസ്യർ, പെരിസ്യർ, കനാന്യർ. അതിൽ ഗിബെയോന്യർ മാറി ബാക്കിയുള്ള എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് ചേർന്നു ഇസ്രായേലിനോട് യുദ്ധത്തിന് വന്നു. 5 രാജാക്കന്മാർ, ശക്തരായ 5 രാജാക്കന്മാരാണ്. വലിയൊരു സൈന്യമാണ്. അവർ വാസ്തവത്തിൽ ഗിബെയോന്യരാണ് യുദ്ധത്തിൽ ചെന്നത്. നിങ്ങളെ ഉടമ്പടി ചെയ്തെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൊന്നുകളയുമെന്നാണ്. അപ്പോൾ ഗിബെയോന്യരെ യോശുവയുടെ അടുക്കൽ ആളയച്ച് പറഞ്ഞു, ഞങ്ങളെ സഹായിക്കണം, നമ്മൾ തമ്മിൽ ഉടമ്പടി ഉണ്ടല്ലോ എന്ന്. ഉടമ്പടി ചെയ്താൽ മാനിക്കാതിരിക്കാനൊക്കെയില്ല. ഉടനെ യോശുവ സൈന്യവുമായിട്ട് ചെന്നു. അങ്ങനെ 5 രാജാക്കന്മാർക്കെതിരെ ഇസ്രായേലിൻ്റെ സൈന്യം അണിനിരന്നു. ഗിബെയോന്യരുമായി ചെയ്ത ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ അവരെ സംരക്ഷിക്കേണ്ട ചുമതല ഇപ്പോൾ ഇസ്രായേലിനായിത്തീർന്നു. വലിയൊരു യുദ്ധം. എന്നാൽ ആ യുദ്ധത്തിൽ ദൈവം അത്ഭുതകരമായി പ്രവർത്തിച്ചു. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, വാക്ക് പറഞ്ഞാൽ ഛേദം വന്നാലും മാറരുതെന്നുള്ള ദൈവത്തിൻ്റെ പ്രമാണമാണ്. വേണമെങ്കിൽ ഈ സമയത്ത് നമ്മൾ ആരെങ്കിലും പറഞ്ഞേനെ, ഗിബെയോന്യരോട് പറഞ്ഞേനെ, അതെ ഞങ്ങളെ വഞ്ചിച്ചും ചതിച്ചും അല്ലേ ഉടമ്പടി ചെയ്തത്, ആ ഉടമ്പടിക്ക് ഞങ്ങൾ വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല കേട്ടോ, നിങ്ങൾ പോയി യുദ്ധം ചെയ്തു എന്ന് പറയും. പക്ഷേ അങ്ങനെ പറഞ്ഞില്ല. ഉടമ്പടി ചെയ്താൽ ഉടമ്പടിയാണ്. വഞ്ചിച്ചാണോ അത് ഉടമ്പടിക്ക് മുമ്പ് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഒപ്പുവെച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോട്ടമില്ല. അതുകൊണ്ട് ഇസ്രായേൽ യുദ്ധത്തിനൊരുങ്ങി. ആ യുദ്ധത്തിൽ ജയിച്ചത് ദൈവത്തിൻ്റെ പ്രത്യേകമായിരിക്കുന്ന ഇൻ്റർഫിയറൻസ് കൊണ്ട് മാത്രം, ദൈവം ഇടപെട്ടത് കൊണ്ട് മാത്രം ജയിച്ചൊരു യുദ്ധമാണ്. എന്ന് പറഞ്ഞാൽ 5 രാജാക്കന്മാർക്കെതിരെ നിന്ന് യുദ്ധം ചെയ്യുവാനുള്ളതായിരിക്കുന്ന ശേഷി അപ്പോൾ ഇസ്രായേലിനുണ്ടായിരുന്നില്ല. ദൈവം എന്താ ചെയ്തത്? ആകാശത്ത് നിന്നും വലിയ കല്ലുകൾ ശത്രുവിന്മേൽ ഉരുട്ടിയിട്ടെന്നാണ്. ആകാശത്ത് നിന്ന് വലിയ കല്ലുകൾ, വലിയ കൽമഴകൾ, ഹെയിൽ സ്റ്റോൺസ്, ഒരുപക്ഷേ 20-25 കിലോ ഭാരമുള്ളതായിരിക്കുന്ന ഭയങ്കര ഐസ് കട്ടകൾ ഇവരുടെ തലയിൽ പടപടാന്ന് വീഴാൻ തുടങ്ങി. ശത്രുക്കൾ നിൽക്കാൻ നോക്കുമോ, തലയോട്ടി പൊട്ടിപ്പോവില്ലേ? അപ്പോൾ യുദ്ധം നിന്നുപോയി. 5 രാജാക്കന്മാരുടെ സൈന്യമായതുകൊണ്ട് യുദ്ധം പ്രതീക്ഷിച്ചതിനേക്കാൾ ഭയങ്കരമായിരുന്നു. കാരണം ഇത്രയും സൈന്യമുള്ളപ്പോൾ 1, 2, 50, 100, 1000, 10,000, 20,000, 30,000 കൊല്ലപ്പെട്ടുകൊണ്ട് യുദ്ധം തീരുകയില്ല. 5 രാജാക്കന്മാരുടെ സൈന്യവും കിടക്കുകയല്ലേ. അപ്പോൾ യോശുവയ്ക്കൊരു കാര്യം മനസ്സിലായി. യുദ്ധം ജയിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായിരിക്കുന്ന സഹായം ആവശ്യമാണ്. ഈ യുദ്ധം ഉടനെയെങ്ങും തീരുവില്ല. രാത്രി യുദ്ധം ചെയ്യാൻ ഒക്കുകയില്ല, പകലെ യുദ്ധം ചെയ്യാൻ ഒക്കൂ. യുദ്ധക്കളത്തിൽ നിന്ന് പോകാനും ഒക്കുകയില്ല. കാരണം എന്താണ്? 5 ശത്രുക്കൾ ഇവരെ വളഞ്ഞിരിക്കുകയാണ്. 5 ശത്രുക്കൾ. അപ്പോൾ യോശുവ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അത് ചരിത്രത്തിൽ ആദ്യം അവസാനമായി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്. എന്താ പ്രാർത്ഥിച്ചത്? ദൈവത്തോട് പറഞ്ഞു, പകലിൻ്റെ വെളിച്ചം നീട്ടിക്കിട്ടണം, സൂര്യേന്ദ്രിയാദികളെ കുറേ നേരം നിശ്ചലമായി നിർത്തണം എന്ന് പറഞ്ഞു. ദൈവം യോശുവയുടെ പ്രാർത്ഥന കേട്ടു. ദൈവം സൂര്യനെ ഗിബെയോനിലും ചന്ദ്രനെ അയ്യാലോൻ താഴ്വരയിൽ നിശ്ചലമാക്കി നിർത്തിയെന്നാണ്. ലോകത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ സൂര്യൻ നിശ്ചലമായി നീക്കുക, ചന്ദ്രൻ നിശ്ചലമായി നീക്കുക, അങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ നടന്നിട്ടില്ല. പക്ഷെ അന്ന് നടന്നു. സൂര്യനെ ഗിബെയോനിലും ചന്ദ്രനെ അയ്യാലോൻ താഴ്വരയിൽ നിശ്ചലമാക്കി നിർത്തി. അവയുടെ വെളിച്ചത്തിൽ യോശുവ രാത്രി മുഴുവനും ശത്രുക്കളെ വെട്ടിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ വെട്ടം ആർക്കേ ഉള്ളൂ എന്നാണ് എൻ്റെ വിചാരം. വെട്ടം ഇസ്രായേൽ മക്കൾക്കേ ഉള്ളൂ. ഇസ്രായേൽ മക്കൾക്കേ ഉള്ളൂ വെട്ടം എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ മേലാണ് വെട്ടം കൊടുത്തിരിക്കുന്നത്. അവരെ കാണാം. ഇസ്രായേൽ നിൽക്കുന്നിടത്തേക്ക് നോക്കിയല്ല ഇരുട്ടാ, ഒന്നും കാണത്തില്ല. അപ്പം വെട്ടം കണ്ട് മുന്നോട്ട് വെട്ടി 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 വെട്ടിപ്പോയി. അപ്പോൾ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലായി സംഭവിച്ച ഒരു ഭയങ്കര അതിശയമാണത്. അതേക്കുറിച്ച് പറയുന്നത്, യഹോവ ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ടനുസരിച്ച ആ ദിവസം എന്നാണ് ആ ദിവസത്തെക്കുറിച്ച് പറയുന്നത്. യഹോവ ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ടനുസരിച്ച ദിവസം. മനുഷ്യൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്നവനാണോ ദൈവം? ദൈവത്തിൻ്റെ വാക്ക് കേട്ടനുസരിക്കേണ്ടവരല്ലേ മനുഷ്യർ?
പക്ഷേ ഇവിടെ യോശുവ എന്ത് പറഞ്ഞു? സൂര്യ നിൽക്കെന്ന് പറഞ്ഞു ഗിബെയോനിൽ, ചന്ദ്രനെ നീ അയ്യാലോൻ താഴ്വരയിൽ നിൽക്കാൻ പറഞ്ഞു. ദൈവത്തോട് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ദൈവം അവിടെ നിർത്തിക്കൊടുത്തു. അങ്ങനെ ദൈവം പ്രവർത്തിച്ച ഒരു ദിവസം. ദൈവം തൻ്റെ മക്കളുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്, തൻ്റെ മഹത്വത്തിനായി പ്രവർത്തിക്കുന്നവനാണ്. ഞാൻ നിങ്ങളോട് പറയാം, സൂര്യനെ നിർത്തിയോ ചന്ദ്രനെ നിർത്തിയോ എന്നുള്ളതല്ല, യുദ്ധം ജയിക്കാൻ ആവശ്യമായിരിക്കുന്ന പ്രകാശം അവർക്ക് ആവശ്യമായിരുന്നു. ദൈവം അത് അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഇവിടെ ചന്ദ്രനെയും സൂര്യനെ നിർത്തിയാണ്. ദൈവം നാളെ ഒരു ദിവസം നമുക്ക് വേണ്ടി സൂര്യനെയും ചന്ദ്രനെ നിർത്തുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നിർത്താൻ കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിവുണ്ട്. ഒരിക്കൽ ദൈവത്തിന് ചെയ്യാമെങ്കിൽ എന്തും ചെയ്യാമല്ലോ. പക്ഷേ ദൈവം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ദൈവത്തിന് ഹിതമാണ്. പക്ഷേ നമുക്ക് സൂര്യനെ നിർത്തണോ ചന്ദ്രനെ നിർത്തണോ എന്നല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ പോരാട്ടങ്ങളിൽ നമുക്ക് ജയിക്കണമെന്നുള്ളതാണ്. അതിനെന്താണ് ആവശ്യം അത് ദൈവം ചെയ്തു തരും. പക്ഷേ നാം അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. യോശുവ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണം. എന്തായിരുന്നു യോശുവയുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത? ചരിത്രത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ചെയ്യണമെന്നാണ് യോശുവ ദൈവത്തോട് പറഞ്ഞത്. ആവർത്തിച്ച് ചെയ്തതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നല്ല. ആകാശത്ത് മന്ന ഇട്ട് തരണമെന്നാണെങ്കിൽ അത് പ്രാർത്ഥന വലിയ വിഷയമല്ല. ദൈവം 40 വർഷം ഇട്ട് കൊടുത്ത് കാണിച്ചതാണ്. പാറയിൽ നിന്ന് വെള്ളം തരണമെന്ന് പറഞ്ഞാൽ അതും അതിശയമല്ല. ദൈവം പാറയിൽ നിന്ന് വെള്ളം കൊടുത്ത് കുടിപ്പിച്ചതാണ്. ചെങ്കട വിഭാഗിക്കണമെന്ന് പറഞ്ഞാൽ അതും ദൈവം ചെയ്തു കാണിച്ചതാണ്. യോർദാൻ വിഭാഗിക്കണമെന്ന് പറഞ്ഞാൽ മതിലെ ശബ്ദം കൊണ്ട് താഴിടണമെന്ന് പറഞ്ഞാൽ അത് എരിഹോവിൽ കാണിച്ചു കൊടുത്തതാണ്. പക്ഷേ സൂര്യനെയും ചന്ദ്രനെയും നിർത്തുക എന്ന് പറഞ്ഞത് ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത കാര്യമാണ്. അസംഭവ്യമായ കാര്യവും സംഭവിച്ചിട്ടില്ലാത്തതുമായിരിക്കുന്ന കാര്യം ദൈവത്തിൻ്റെ ജനത്തിനു വേണ്ടി ദൈവം ചെയ്യണമെന്ന് യോശുവ ദൈവത്തോട് പറഞ്ഞു എന്നുള്ളതാണ്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ദൈവം ചെയ്ത വാഗ്ദത്തങ്ങൾ വിശ്വസിക്കുന്നതാണ് വിശ്വാസം എന്ന് പറയാറുള്ളത് ശരിയാണ്. പക്ഷേ ഇവിടുത്തെ വിശ്വാസം അതല്ല, ദൈവത്തിൻ്റെ ശക്തിയിലുള്ള വിശ്വാസമാണ്. ദൈവം അതിന് ശക്തനാണ്. ദൈവത്തിൻ്റെ സന്മനസ്സുള്ള വിശ്വാസമാണ്. ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഇത് ചെയ്യുമെന്നുള്ള വിശ്വാസമാണ്. അങ്ങനെയുള്ള വിശ്വാസം നമുക്കും ആവശ്യമാണ്. ഒരുപക്ഷെ അതിനുള്ള മാതൃക ദൈവത്തിൽ കണ്ടെന്ന് വരികയില്ല. മോശ പോലും അങ്ങനെ പ്രാർത്ഥിച്ചില്ല, അബ്രഹാം പ്രാർത്ഥിച്ചില്ല. പക്ഷേ യോശുവ പ്രാർത്ഥിച്ചു. ദൈവം ആ പ്രാർത്ഥന കേട്ടു. അതേക്കുറിച്ച് പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ട് ദൈവം അനുസരിച്ച ഒരു ദിവസം. അങ്ങനെ ഒരു ദിവസം ലോകത്തിൻ്റെ ചരിത്രത്തിൽ തേടിയേ കാണുകയില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് നമുക്ക് വലിയൊരു പ്രചോദനമല്ലേ? നമ്മൾ പല കാര്യങ്ങളും ദൈവത്തോട് ചോദിക്കാൻ മടിക്കുന്നത് എന്താണ്? ദൈവം ചെയ്യില്ലെന്നുള്ളതായിരിക്കും സംശയങ്ങൾ. നടക്കാൻ പോകുന്നില്ലെന്നുള്ളതാണ്. സാധാരണ നമ്മോട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, നീ വെറുതെ സമയം കളയേണ്ടത്, നടക്കാൻ പോകുന്നില്ലെന്ന്. അതെ, അസാധ്യമായിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കണോ വേണ്ടോ നമ്മൾ നിങ്ങൾ തീരുമാനിച്ചു. അത് ഞാൻ പറയുകയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, അസാധ്യമെന്ന് കരുതുന്ന പല കാര്യങ്ങളും ചെയ്യുന്നവനാണ് ദൈവം. ചരിത്രത്തിൽ ചെയ്തിട്ടുണ്ട്. ഇനി അവൻ ചെയ്യുമോ എന്നുള്ളത് നിങ്ങളും ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ വെളിച്ചത്തിലാണ്, കാര്യങ്ങൾ വെളിച്ചത്തിലാണ്. 5 രാജാക്കന്മാർ നിങ്ങളെ കൊല്ലുവാനായിട്ട് സൈന്യമായി വന്നാൽ ഒരു പക്ഷേ ദൈവം ഇന്ന് നിർത്തിത്തരും. നിർത്തണമെന്ന് നിർബന്ധമില്ല. ദൈവം അതിശയങ്ങളെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നൊരു ദൈവമല്ല. ദൈവത്തിൻ്റെ സ്വഭാവം മുഴുവൻ നോക്കിയാൽ അറിയാം. ദൈവം അതിശയങ്ങളെ വർദ്ധിപ്പിക്കുകയില്ല. ഓരോ അതിശയവും അതിൽ തന്നെ യുണീക്കാണ്. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു. പക്ഷേ 5 അപ്പം കൊണ്ട് പിന്നെ 5000 പോഷിപ്പിച്ചില്ല. 4 അപ്പം കൊണ്ട് 7000 പോഷിപ്പിച്ചു. പക്ഷേ പിന്നെ ഒരിക്കൽ 4 അപ്പം കൊണ്ട് 7000 പോഷിപ്പിച്ചില്ല. ഒരുപാട് കല്യാണങ്ങൾ കനാൻ നാട്ടിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ഒരു കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി കൊടുത്തുള്ളൂ. വേറെയും കല്യാണങ്ങൾക്ക് വീഞ്ഞില്ലാതെ പോയി കാണും. പക്ഷേ കർത്താവ് ചെയ്തില്ല. മരിച്ചവരെ ഉയർപ്പിച്ച ചരിത്രങ്ങളുണ്ട്. മരിച്ച എല്ലാവരെയും ഒന്നും കർത്താവ് ഉയർപ്പിച്ചില്ല. ഇല്ല. കർത്താവ് തൻ്റെ മഹത്വത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. വിശ്വാസത്തോടെ നാം ചോദിക്കുന്നുവെങ്കിൽ നാമും ദൈവത്തിൻ്റെ അത്ഭുതം കാണും. അത് ചോദിക്കാനുള്ള വിശ്വാസം നമുക്കില്ലെന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. പലപ്പോഴും നമ്മുടെ വേദശാസ്ത്രമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ അവിശ്വാസത്തെ നീതീകരിക്കാനല്ലേ. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെയൊന്നും ചെയ്യുകയുമില്ല, ഇതൊന്നും അതിശയത്തിൻ്റെ കാലമല്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതിശയത്തിൻ്റെ കാലമാണോ അല്ലയോ? അതിശയം ചെയ്യേണ്ടതായിരിക്കുന്ന ആവശ്യമുണ്ടെങ്കിൽ ദൈവം അതിശയം ചെയ്യും. അതിശയത്തിൻ്റെ കാലത്ത് മാത്രം അതിശയം ചെയ്യുന്ന ദൈവമാണ്. അതെന്ത് ദൈവം? അതിശയത്തിൻ്റെ കാലത്ത് മാത്രമേ ഉള്ളൂ. മാവ് പൂത്ത് മാങ്ങ ഉണ്ടായ കാലത്ത് മാത്രമേ മാങ്ങ ഉണ്ടാവൂ. ദൈവം വിചാരിച്ചാലും അല്ലാത്ത സമയത്ത് ഒരു മാങ്ങ ഉണ്ടാക്കാൻ കഴിയില്ല. പിന്നെ അതെന്താ? അതിലതിശയമില്ല. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. എൻ്റെ പ്രിയമുള്ളവർ, അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മുടെ നിസ്സഹായ സമയങ്ങളിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ച് പറയുവാനുള്ളത് എന്താണ്? യോശുവയുടെ ദൈവമേ, എൻ്റെ ഈ ദുർഘട സാഹചര്യത്തിൽ എന്നെ വിടിവിക്കുവാനായി അവിടുന്ന് പ്രവർത്തിക്കണമേ. അങ്ങക്ക് എന്തും പ്രവർത്തിക്കുവാൻ കഴിയുമെന്നവിടുന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. യോശുവയുടെ കാലത്ത് അവിടുന്ന് ചെയ്തു തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ ഈ ദുർഘട സമയത്ത് എന്നെ രക്ഷിക്കുവാനായിട്ട് അവിടുന്ന് പ്രവർത്തിക്കണമേ.
അവിടുന്ന് പ്രവർത്തിക്കണമേ. അങ്ങനെ പറഞ്ഞാൽ ദൈവം പ്രവർത്തിക്കുന്നവനാണ്. ഇവിടെയാണ് നമ്മുടെ വിശ്വാസം വരുന്നത്. അപ്പോൾ യോശുവയെ ഒരു വിശ്വാസവീരൻ എന്ന നിലയിലൊന്നും എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ യോശുവ വിശ്വാസവീരനൊന്നും പറഞ്ഞിട്ടില്ല. എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. മറ്റ് പലരെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യോശുവയെക്കുറിച്ച് പരാമർശനമുണ്ട്. അവൻ മതിലുകൾ ചാടി, രാജാക്കന്മാരുടെ യുദ്ധം വാളുകളുടെ മനയോടിച്ചു എന്നൊക്കെ പറഞ്ഞ് യോശുവയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ യോശുവ ചെയ്ത കാര്യങ്ങളാണ്. യോശുവയുടെ ദൈവം നമ്മുടെ ദൈവമാണ്. മോശയുടെ ദൈവം നമ്മുടെ ദൈവമാണ്. കാലേബിൻ്റെ ദൈവം നമ്മുടെ ദൈവമാണ്. അസാധ്യതകളെ സാധ്യമാക്കി തീർക്കുന്ന ദൈവം നമ്മുടെ ദൈവമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അവിശ്വാസം കൊണ്ട് ദൈവത്തെ പരാജയപ്പെടുത്തരുത്. അവിശ്വാസം കൊണ്ട് പരാജയപ്പെടുത്തരുത്. വിശ്വാസത്തോടെ നാം ചോദിക്കുന്നുവെങ്കിൽ അവൻ നമുക്ക് തരുമെന്നാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പ് വരുത്തണം, ദൈവമഹത്വത്തിന് വേണ്ടിയായിരിക്കണം. നമ്മൾ ചോദിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ആശ്വാസത്തിന് വേണ്ടിയും നമ്മുടെ മഹത്വത്തിന് വേണ്ടിയൊക്കെയാണ്. അത് ദൈവമഹത്വമായിട്ട് യാതൊരു ബന്ധവും അതിനില്ല. എന്ന് പറഞ്ഞാൽ അത് തന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ ഒരു വിധത്തിലും അർഹിക്കുകയില്ല. അത് തന്നതുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തെ ഒരു വിധത്തിൽ കൂട്ടുകയില്ല. നമുക്ക് ഇച്ചിരി സന്തോഷം ഉണ്ടാവും എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ദൈവം അത്ഭുതം പ്രവർത്തിച്ചെന്ന് വരികയില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവനാമം മഹത്വപ്പെടണം. അങ്ങനെയെങ്കിൽ യുദ്ധങ്ങളും അങ്ങനെയല്ലേ, നമ്മുടെ പ്രാർത്ഥനകളും അങ്ങനെയല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം. യോശുവയുടെ ദൈവമേ, നിൻ്റെ നാമം മഹത്വപ്പെടേണ്ടതിന് വേണ്ടി ഈ കാര്യം ചെയ്തു തരണമേ. നിൻ്റെ നാമം മഹത്വപ്പെടുക. എൻ്റെ ആവശ്യങ്ങളെ വിചാരിക്കേണ്ട, നിൻ്റെ നാമത്തിൻ്റെ മഹത്വം വിചാരിച്ചാൽ മതി. അങ്ങനെ പറഞ്ഞാൽ ദൈവം ചിലപ്പോൾ ചെയ്തു തന്നേക്കും. വിശ്വാസത്തോടുകൂടി അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ച് സാധാരണമായിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നും പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ.